ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഏകദേശം 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ലാലേട്ടൻ അദ്ദേഹത്തിന്റെ വിമർശകരുടെ വായടപ്പിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ എമ്പുരാന്റെ പ്രീസെയിൽ വഴി എമ്പുരാന്റെ ബുക്കിംഗ് തരംഗത്തിലൂടെ പാനന്റൻ തരംഗത്തിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മോളിവുഡിലെ മറ്റ് പ്രമുഖർക്ക് മുന്നേ തന്നെ 100 കോടിയിലധികം കളക്ഷൻ കണ്ട ലാലേട്ടന്റെ 100 കോടികൾ തള്ളാണ്. അതുപോലെ ലാലേട്ടന് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന കോവിഡിന് മുന്നേയുള്ള സ്റ്റാർഡം എവിടെ പോയി, അതോടൊപ്പം തന്നെ നേരെ എന്തുകൊണ്ട് പോസിറ്റീവ് ലഭ്യമായിട്ടും 100 കോടി കളക്ഷൻ നേടിയെടുത്തില്ല എന്നിങ്ങനെ പല രീതിയിൽ ലാലേട്ടനെ ബോക്സ് ഓഫീസിന്റെ പവറിന്റെ പേരിൽ പോലും വിമർശിക്കുന്ന വിമർശകരെ നാം കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ എമ്പുരാൻ പോലൊരു സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ കുറച്ച് ദിവസത്തെ കളക്ഷൻ കൊണ്ട് തന്നെ വിമർശകരുടെ വാടഞ്ഞിരിക്കുകയാണ്. അവരെല്ലാം തന്നെ ഉറങ്ങിപ്പോയിരിക്കുകയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പ്രീസെയിൽ കളക്ഷൻ കണ്ട വിമർശകരായ പ്രമുഖ നടന്റെ ആരാധകർ ഈ ലെവലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ഫൈനൽ കളക്ഷനും ആദ്യ ദിവസത്തെ കളക്ഷനും ആദ്യ വീക്കെൻഡ് കളക്ഷൻ എല്ലാം തന്നെ കണ്ട് ഏത് ലെവലിലേക്ക് പോകുമെന്ന കാര്യത്തിൽ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും എമ്പുരാന്റെ പുതിയ നേട്ടങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണി 6 മണി റേഞ്ചിൽ വന്ന ഏറ്റവും പുതിയ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ 30 കോടി 50 ലക്ഷമാണ്. ആ കളക്ഷനോടെ തന്നെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ പല സിനിമകളുടെ ഫൈനൽ കളക്ഷൻ എമ്പുരാൻ മറികടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലാലേട്ടിനോടൊപ്പം തന്നെ കമ്പയർ ചെയ്യുന്ന മമ്മൂട്ടി മെഗാസ്റ്റാർ ആണല്ലോ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പോസിറ്റീവ് ലഭ്യമായ സിനിമയാണല്ലോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഫൈനൽ കളക്ഷൻ 19 കോടിയിൽ പരമാണ്. ആ ഫൈനലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എമ്പുരാൻ പ്രീസെയിൽ വെച്ച് ലാലേട്ടൻ തൂക്കിയത് നിങ്ങൾ അറിഞ്ഞു. ഇപ്പോഴത്തെ ഡൊമിനിക്കിനെ മാത്രമല്ല കഴിഞ്ഞ 2-2.5 മാസങ്ങൾക്കിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഭൂരിഭാഗം മലയാളം സിനിമകളെയും എമ്പുരാൻ ആദ്യ ദിവസത്തെ പ്രീസെയിൽ കളക്ഷൻ കൊണ്ട് മറികടന്നിരിക്കുകയാണ്. ഇനി മറികടക്കാനായിട്ടുള്ളത് രേഖാചിത്രം, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നിങ്ങനെ 50 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത് വിജയിച്ച 2 മലയാളം സിനിമകളുടെ ഫൈനലാണ്. അത് ഒരുപക്ഷെ ആദ്യ ദിവസം തന്നെ എമ്പുരാൻ നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. 55-60 കോടി റേഞ്ചിലാണ് നിലവിൽ എമ്പുരാന്റെ FT കളക്ഷനായിട്ട് അന്യഭാഷ ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ് എല്ലാം തന്നെ പ്രവചിക്കുന്നത്. അതെന്തായാലും സത്യമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ 2025 ടോപ്പ് കളക്ഷൻ വരുന്ന മലയാളം സിനിമയായിട്ട് എമ്പുരാൻ മാറാനായിട്ട് ഒരുങ്ങുകയാണ്. ഇതിനിടയിൽ എമ്പുരാന്റെ മറ്റൊരു നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടന്റെ സമീപകാലത്തെ നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ സിനിമകളിൽ ഒന്നാണല്ലോ മലൈക്കോട്ടെ വാലിബൻ. സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ 30 കോടിയായിരുന്നു. ഇപ്പോഴത്തെ ആ കളക്ഷനും എമ്പുരാൻ പ്രീസെയിൽ കൊണ്ട് മറികടന്നിരിക്കുകയാണ്. വാലിബന് മുകളിൽ ലാലേട്ടന്റെ നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ സിനിമകളിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത 2 സിനിമകൾ മരക്കാറും ഒടിയനുമാണ്. ഒരുപക്ഷെ എമ്പുരാന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ കൊണ്ട് ഈ പറഞ്ഞ 2 സിനിമകളുടെയും ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ എമ്പുരാൻ മറികടന്നേക്കും. എന്തായാലും ആകെ മൊത്തം നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് എമ്പുരാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത പ്രീസെയിൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.